കട്ടപ്പനയിൽ ഹോട്ടലിന്റെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കാൻ മാൻഹോളിൽ ഇറങ്ങിയ 3 തൊഴിലാളികളാണ് മരിച്ചത്. തമിഴ്നാട് കമ്പം കൂടല്ലൂർ സ്വദേശികളായ തൊഴിലാളികളാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാത്രി 10 മണിയോടെയായിരുന്നു അപകടം. മുഹമ്മദ് ആഷിഖ് വിശദാംശങ്ങളുമായി ചേരുന്നു. ആഷിഖ്, ആ ദാരുണമായ മരണം കഴിഞ്ഞപ്പോൾ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ എങ്ങനെയാണ് അപകടം സംഭവിച്ചതെന്ന കാര്യത്തിലൊക്കെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നൊരു സമയം കൂടിയാണ്. എന്താണ് അവിടെ നിൽക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ആഷിഖ്? ജിൽസി സൈഫുദ്ദീൻ, ഞാനിപ്പോൾ നിൽക്കുന്നത് മരണപ്പെട്ട 3 പേരുടെയും മൃതദേഹം സൂക്ഷിച്ചിട്ടുള്ള മോർച്ചറിക്ക് മുമ്പിലാണ്. ഇവിടെ വളരെ വൈകാരികമായ അന്തരീക്ഷമാണ് ഉള്ളത്. മരണപ്പെട്ടവരുടെ ബന്ധുക്കൾ വളരെ ദുഃഖത്തിലാണ്. അവരുടെ വൈകാരികമായ സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത് എന്നുള്ളത്. ഏതായാലും മരണവുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് നടപടികളിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുകയാണ്. പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. അല്പസമയത്തിനകം ഇൻക്വസ്റ്റ് നടപടി പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് 3 മൃതദേഹവും മാറ്റുവാനുള്ള നടപടികൾ ആരംഭിക്കും. കമ്പം തേനി സ്വദേശികളായിട്ടുള്ള 2 പേർ, സുന്ദര പാണ്ഡ്യൻ, മൈക്കിൾ എന്ന 2 പേരും കൂടാതെ ഗൂഡല്ലൂർ സ്വദേശിയായിട്ടുള്ള ജയരാമൻ എന്ന ആളുമാണ് മരണപ്പെട്ടിട്ടുള്ളത്. ഇതിൽ ജയരാമനാണ് ഈ പ്രവർത്തനത്തിന്റെ, ശുചീകരണ പ്രവർത്തനത്തിന്റെ കോൺട്രാക്ട് ഏറ്റെടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. ഏതായാലും ദീർഘകാലമായി ഈ മേഖലയിൽ ഇടപെട്ടിരുന്ന ഒരു ആളാണ് ജയരാമൻ. ഇത്തരം ശുചീകരണ പ്രവർത്തനങ്ങൾ മുമ്പും നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ഒരു അനുഭവ പരിചയം കൂടി ഉണ്ടായിരുന്നതിന്റെ ഒരു ആത്മവിശ്വാസമാണ് ഇത്തരത്തിലേക്കുള്ള ഒരു അപകടത്തിലേക്ക് നയിച്ചത് എന്നാണ് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരും അടക്കം പറയുന്നത്. നമുക്കപ്പോൾ കട്ടപ്പന നഗരസഭയുടെ ചെയർപേഴ്സൺ ബീന ടോമി കൂടെ ചേരുന്നുണ്ട്. എന്താണ് ഈ അപകടത്തിലേക്ക് നയിച്ചത്? ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? നഗരസഭയുടെ ഭാഗത്തൊന്നും വീഴ്ച ഉണ്ടായിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇവർ ഇറങ്ങുന്ന കാര്യം നമ്മളെ അറിയിച്ചിരുന്നില്ല. അതുകൊണ്ട് അങ്ങനെ വീഴ്ച ഉണ്ടായതായിട്ട് നമുക്ക് തോന്നുന്നില്ല. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നഗരസഭയെ അറിയിക്കേണ്ടതല്ലേ സ്വാഭാവികമായും? അങ്ങനെ ഇത് അല്ലാതെ പുറത്തുനിന്നുള്ള ആൾക്കാരുടെ ആയതുകൊണ്ട് നമ്മളത് അറിയിക്കണം എന്നങ്ങനെ ഒരു ഇത് ഇല്ലല്ലോ. അവർ സ്വന്തമായിട്ട് ചെയ്ത കാര്യമല്ലേ, സ്വന്തമായിട്ടുള്ള കടയാണ്. പക്ഷേ ഈ സംഭവം നടന്നപ്പോൾ അവർ ആദ്യത്തെ പ്രതികരണം വന്നത് അവിടുത്തെ വാർഡ് കൗൺസിലറായിട്ടുള്ള ജോയിച്ചേട്ടനാണ്. ജോയിച്ചേട്ടാ, എന്താണ് സംഭവിച്ചത് ഇന്നലെ? ഇത് ഈ മരിച്ച ജയരാമനെ ഇവിടെ വന്ന് പലപ്പോഴും കട്ടപ്പനയിൽ വന്ന് നമ്മളോട് എന്തെങ്കിലും വർക്കുണ്ടോ എന്ന് ചോദിച്ചിട്ട് പോകുന്ന ഒരു ഉണ്ട്. അദ്ദേഹമാണ് ഈ കുമളിയിലെ കട്ടപ്പന, ഈ ചെറുതോണി, തൊടുപുഴ എല്ലാം വന്ന് ഇത് സക്ക് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു രീതി കാണാറുള്ളത്. ഇത് ഞാൻ അറിഞ്ഞത് 2 ആഴ്ച മുമ്പ് തന്നെ ഇവർ വന്ന് ഇത് ഓപ്പൺ ചെയ്ത് അതിനകത്ത് കെമിക്കൽ ഒഴിച്ച് ഇതിന് ശേഷം പോയതാണ്. അപ്പോൾ ഇതിനകത്ത് വാസ്തവത്തിൽ ഇറങ്ങേണ്ട യാതൊരു കാര്യവും ഉള്ളതല്ല. പക്ഷേ ഇതിനകത്ത് ഈ വേസ്റ്റ് എന്ന് പറയുന്നത് മണ്ണ് പരുവത്തിലായിരുന്നു എന്നതുകൊണ്ട് അത് നോക്കാനായിട്ട് ഇറങ്ങിയതാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഈ മാൻഹോള് വാസ്തവത്തിലൊരു 2 മണിക്കൂറായിട്ട് തുറന്നിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തിനാണ് ഇറങ്ങിയെന്നുള്ളത് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം കൂടുതലായിരിക്കും. വലിയ അളവിൽ സാധനം ഇല്ലായിരുന്നു. ഇത് അടുക്കള മാലിന്യങ്ങൾ ശേഖരിക്കുന്ന ടാങ്കാണിത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇത് ഇറങ്ങേണ്ട വന്നതെന്ന് ആർക്കും അറിയത്തില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരാൾ അതിനുള്ളിൽ ഇറങ്ങി പെട്ടുപോയി എന്നറിഞ്ഞാൽ മറ്റുള്ളവർ കൂടി ഇറങ്ങുമായിരുന്നു. ഇവർ 6 പേരുടെ ഒരു സംഘമാണ് വന്നതെന്നാണ് അറിഞ്ഞത്. അതിലൊരാൾ ഇതിൻ്റെ അളവ് എത്രമാത്രം ഉണ്ടെന്ന് നോക്കാനായിട്ടാണെന്ന് തോന്നുന്നു. അദ്ദേഹം ഇറങ്ങിയതേ താഴെ പോവുകയാണ് ചെയ്ത്. പുറകെ അദ്ദേഹത്തെ രക്ഷിക്കാനായിട്ടാണ് പുറകെ വന്ന 2 ആൾക്കാരും കൂടെ ഇറങ്ങിയത്. തീർച്ചയായും വലിയ ആഴവും, ഏതാണ്ട് 10 അടിയോളം ആഴമുണ്ടായിരുന്നു ആ കുഴിക്ക് എന്നാണ് പറയുന്നത്. 15 അടി വ്യാസവുമുള്ള വലിയ കുഴിയായിരുന്നു. അതിനുള്ളിലേക്ക് ശുചീകരണ പ്രവർത്തനങ്ങൾക്കായിട്ട് ഇറങ്ങിയതാണ്. അതിനുള്ളിലെ വിഷവാതകം ശ്വസിച്ച് ഒരാൾ ബോധം കെട്ട് വീഴുന്നു. അയാളെ രക്ഷപ്പെടുത്താനായി അടുത്തയാൾ ഇറങ്ങുന്നു. അവരെ 2 പേരെയും രക്ഷപ്പെടുത്താൻ ഉദ്ദേശിച്ചുകൊണ്ട് 3ാമത്തെ ആളും ഇറങ്ങി അതിൽ പെട്ടുപോവുകയായിരുന്നു. തുടർന്നാണ് തൊട്ടടുത്തുള്ള ആളുകൾ അടക്കം എത്തി ഫയർഫോഴ്സിന് വിവരം അറിയിക്കുന്നു. രക്ഷാപ്രവർത്തകർക്ക് അതിനുള്ളിലേക്ക് ഇറങ്ങിപ്പോകാൻ കഴിയാത്ത വിധത്തിൽ ഓക്സിജൻ ഇല്ലാത്ത ഇടമായിരുന്നു. തുടർന്നാണ് മണ്ണുമാന്തി യന്ത്രം അടക്കം എത്തിച്ച് മണ്ണ് നീക്കി സ്ലാബ് മാറ്റി ഇവിടെ ഓക്സിജൻ സിലിണ്ടറുകൾ അടക്കം ഉപയോഗിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തകർ ആ ശരീരങ്ങളെ പുറത്തേക്ക് എടുക്കുന്നത്. ആദ്യഘട്ടത്തിൽ പുറത്തെടുക്കുമ്പോൾ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന 3 പേരെയും തൊട്ടടുത്തുള്ള താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ്. എന്തായാലും ദാരുണമായ ഒരു സംഭവം നടന്നിരിക്കുന്നു. ഇതിന്റെ പിന്നിൽ ഈ അപകടത്തിനുണ്ടായ കാരണങ്ങൾ കൃത്യമായും സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ ഇത്തരം ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതാണ് എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ അത് ചുമതലപ്പെട്ടവരായിരുന്നു, അത്തരം കാര്യങ്ങൾ ഉറപ്പാക്കുവാനുള്ള ചുമതല ആർക്കായിരുന്നു എന്നുള്ള ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ്. നഗരസഭ ചെയർപേഴ്സൺ അടക്കം ഇപ്പോൾ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് തങ്ങൾക്ക് ആ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്താൻ കഴിയുകയില്ല എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോൾ മരണത്തിന് ശേഷമുള്ള മറ്റ് നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമാണ് മരണ കാരണം എന്താണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരാൻ കഴിയുകയുള്ളൂ. ഏതായാലും ഈ മോർച്ചറിക്ക് പുറത്ത് വൈകാരികമായ അന്തരീക്ഷമാണ്. 3 ജീവനുകളാണ് പൊരിഞ്ഞിട്ടുള്ളത്. കുടുംബം നോക്കുവാൻ വേണ്ടി ഒരു ദേശത്തു നിന്ന് മറ്റൊരു ദേശത്തെത്തി ഒരു ശുചീകരണ മാലിന്യ കുഴിയിൽ ഇറങ്ങി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന തൊഴിലാളികൾ 3 പേർ മരണപ്പെട്ടിരിക്കുന്ന അവരുടെ കുടുംബം വലിയ വേദനയിലാണ്. വളരെ വൈകാരികമായ പ്രതികരണങ്ങളാണ് അവരുടെ ഭാഗത്തുനിന്ന് ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നത്. ജിൽസി, സൈഫുദ്ദീൻ.